Hi all, welcome to Competitive Cracker. ഞാൻ അഞ്ജിത. നമ്മുടെ അടുത്ത കേറ്റഡ് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന K3 നാച്ചുറൽ സയൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ K3 എക്സാം നോക്കിയാലും ഹോർമോൺസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒന്നാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചറും അതിൽ നിന്ന് വരുന്ന ഹോർമോണുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസീസുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ഏതൊരു എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ അത്രയും കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. എന്താണ് അഡ്രീനൽ ഗ്ലാൻഡ്? അഡ്രീനൽ അല്ലെങ്കിൽ സൂപ്രാ റീനൽ ഗ്ലാൻഡ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ റീനൽ എന്ന് വെച്ചാൽ എന്താണ്? കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ. അപ്പൊ കിഡ്നിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ഒരു ഗ്രന്ഥി ആയതുകൊണ്ടാണ് ഇതിനെ അഡ്രീനൽ അല്ലെങ്കിൽ സൂപ്രാ റീനൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു പെയർഡ് എൻഡോക്രൈൻ ഓർഗൻ ആണ്. രണ്ടെണ്ണം കാണാം അല്ലെ. ഓൺ ദി സുപ്പീരിയർ പോൾ ഓഫ് ഈച്ച് കിഡ്നി, ഓരോ കിഡ്നിയുടെയും സുപ്പീരിയർ പോളിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ആൻഡ് എന്താണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്? സ്റ്റീറോയിഡ് ഹോർമോണുകൾ അല്ലെങ്കിൽ കാറ്റക്കോളമീൻസിന്റെ സെക്രീഷൻ ആണ്. അത്തരത്തിലുള്ള ഹോർമോണുകളുടെ സെക്രീഷൻ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സ്റ്റീറോയിഡ് ഹോർമോണിന്റെയും കാറ്റക്കോളമീൻ ഹോർമോൺസിന്റെയും സെക്രീഷൻ ആണ് ഇവർ ചെയ്യുന്നത്. ഡയറക്ട്ലി എന്താ? ഇവർ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡക്റ്റുകളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഈ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സെക്രീഷൻ ബ്ലഡിലേക്കാണ് പോകുന്നത് അല്ലെ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥി. ഈ കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണുന്ന ഈ ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ആ അഡ്രീനൽ ഗ്രന്ഥിയുടെ ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഇന്റേണൽ ഭാഗങ്ങളാണ്. നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് ടു ഡിസ്റ്റിങ് സ്ട്രക്ചേഴ്സ്. ഏതൊക്കെയാണ്? ദ അഡ്രീനൽ കോർട്ടെക്സ് ആൻഡ് ദി അഡ്രീനൽ മെഡുല്ല. നോക്കിക്കേ, ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ്, പുറമേ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഉള്ളിൽ കാണുന്ന ഭാഗം ആ ഡാർക്ക് ബ്രൗൺ കളർ, അതാണ് മെഡുല്ല എന്ന് വിളിക്കുന്നത്. എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ആർക്കുണ്ട്? അഡ്രീനൽ ഗ്രന്ഥിക്കുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഭാഗത്തിനെയും എടുത്തു പഠിക്കണം. കാരണം ഓരോ ഭാഗത്തു നിന്നും വരുന്ന ഹോർമോണുകൾ വ്യത്യസ്തമാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന അഡ്രീനൽ കോർട്ടെക്സ് ആണ്. Okay, it actually consists of 3 distinct zones. ഇതിൽ തന്നെ കോർട്ടെക്സിന്റെ റീജിയനിൽ തന്നെ വീണ്ടും നമുക്ക് 3 ഡിസ്റ്റിങ് സോണുകൾ കാണാം. ഏതൊക്കെയാണത്? സോണ ഗ്ലോമെറുലോസ. ഒന്ന് ഏതാണ്? സോണ ഗ്ലോമെറുലോസ. 2 സോണ ഫാസിക്കുലേറ്റ. 3 സോണ റെറ്റിക്കുലാരിസ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കോർട്ടെക്സിനെ കുറിച്ചിട്ടാണ്. അവിടെ തന്നെ നമുക്ക് വീണ്ടും 3 സോണുകൾ കാണാം. സോണ ഗ്ലോമെറുലോസ, സോണ ഫാസിക്കുലേറ്റ ആൻഡ് സോണ റെറ്റിക്കുലാരിസ്. ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് സോണ ഗ്ലോമെറുലോസയാണ്. ഇതാണ് ഔട്ടർ മോസ്റ്റ് സോൺ, ഏറ്റവും പുറമേ കാണുന്ന സോണാണ്. ഏത്? സോണ ഗ്ലോമെറുലോസ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് തിൻ ലെയർ ഓഫ് കോളുമിനാർ സെൽസ്. എന്താ കാണുന്നത്? കോളുമിനാർ സെൽസ് വെച്ചിട്ടാണ് ഈ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുക. ആൽഡോസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്നും പല ടൈപ്പ് ഓഫ് ഹോർമോൺസ് വരും. എന്തൊക്കെയാ? മിനറാലോ കോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, സെക്സ് ഹോർമോൺസ് എന്നിങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആണ് നമ്മുടെ ഏത് കോർട്ടെക്സിൽ നിന്ന് തന്നെ വരുന്നത്. അതിൽ തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോണ ഗ്ലോമെറുലോസയാണ്. അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോൺ. അതെന്താണ്? ഒരു മിനറാലോ കോർട്ടിക്കോയിഡ് ആണ്. എന്താണ്? മിനറാലോ കോർട്ടിക്കോയിഡ് ആണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ റീജിയൻ നമ്മൾ പറഞ്ഞു സോണ ഗ്ലോമെറുലോസ. ഇനി അടുത്ത റീജിയൻ ആണ് സോണ ഫാസിക്കുലേറ്റ. ഇതെല്ലാം എന്തിന്റെ ഭാഗങ്ങളാ? കോർട്ടെക്സിന്റെ തന്നെ ഭാഗങ്ങളാ. ഓക്കെ, സോണ ഫാസിക്കുലേറ്റ ആണ് മിഡിൽ റീജിയൻ. തിക്കസ്റ്റ് സോൺ ആണ്, ഏറ്റവും തിക്നെസ് ഉള്ള ഒരു സോൺ ആണ്. ആൻഡ് ഇവിടെ ശരിക്കും എന്താണ്? സെക്രീറ്ററി സെൽസ് ആണ് കാണുന്നത്. എന്താണ്? സെക്രീറ്ററി സെൽസ് ആണ് കാണുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നേരത്തെ സോണ ഗ്ലോമറുലോസയിൽ നിന്നും എന്താ ആൽഡോസ്റ്റിറോൺ നമ്മൾ പറഞ്ഞു, അത് എന്താണ് ബേസിക്കലി ഒരു മിനറാലോ കോർട്ടിക്കോയിഡ് ആണ്. അടുത്താണ് സോണ ഫാസിക്കുലേറ്റ, അവിടെ നിന്നുമാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത റീജിയൻ ആണ് സോണ റെറ്റിക്കുലാരിസ്. എന്താണ് സോണ റെറ്റിക്കുലാരിസ്? ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിൽ കാണുന്ന പാളി, അതെന്താണ് പോളിഹെഡ്രൽ സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? മോസ്റ്റ്ലി പ്രൊഡ്യൂസസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. പ്രധാനമായും ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ചില സ്പീഷീസ് എന്താണ് സെക്സ് സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസ് ആൻഡ്രോജൻസും സെക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സോണ ഗ്ലോമെറുലാരിസ്, സോണ ഫാസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ശരി, ഇനി നോക്കിക്കേ, ഇതേ ഭാഗത്തു നിന്ന് കഴിഞ്ഞ K3 എക്സാമിന് ചോദിച്ചിട്ടുള്ള, ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന K3 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ദ ബോഡി റിസീവ്സ് എ സീരീസ് ഓഫ് സ്ട്രെസ് ഇൻഡ്യൂസിംഗ് സ്റ്റിമുലൈ ത്രൂ ഔട്ട് ദ ഡേ. ഇൻ റെസ്പോൺസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ റിലീസ്ഡ് ഫ്രം. കണ്ടോ, ഇതൊന്നും വായിക്കണ്ട, ഇതൊന്നും വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കണ്ട, ലാസ്റ്റ് സെന്റൻസ് മാത്രം വായിച്ചേ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ റിലീസ്ഡ് ഫ്രം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. എന്താണ്? അഡ്രിനൽ കോർട്ടെക്സ് അല്ലേ? അഡ്രിനൽ കോർട്ടെക്സ് എന്നാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ഓപ്ഷൻസ് ആണ്. അപ്പൊ ചെറിയൊരു ധാരണയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ശരി, അടുത്തതിലേക്ക് പോവാണേ. ഇപ്പൊ നമ്മള് കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഉള്ളിലത്തെ ഭാഗം അല്ലെ? നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗമാണ് മെഡുല്ല എന്ന് പറയുന്ന ഭാഗം. സെന്റർ ആണ് അല്ലെ, ഗ്ലാൻഡിന്റെ സെന്ററിൽ കാണുന്ന ഒരു ഡാർക്ക് ബ്രൗൺ റീജിയൻ ആണ്. അവിടെ എന്ത് ടൈപ്പ് സെൽസാ കാണുന്നത്? ക്രൊമാഫിൻ സെൽസ് കാണുന്ന ഭാഗമാണ്. എന്താണ്? ക്രൊമാഫിൻ സെൽസ് കാണുന്ന ഭാഗമാണ്. ഇവിടെ നിന്നും എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? കാറ്റക്കോളമീൻസ്. ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെ എന്താണ് ആ ഒരു മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന, ടുഗെദർ വി കോൾ ദം ആസ് കാറ്റക്കോളമീൻസ് എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെ വരും? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? മെഡുല്ല എന്ന് പറയുന്ന ഭാഗം. ഇവിടെയും എന്താ ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് തന്നെയാണ് ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത്. സ്ട്രെസ് വരുന്ന ടൈമിലാണ് കാറ്റക്കോളമീൻസ് പ്രധാനമായും സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് എ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. എന്തെങ്കിലും എന്താണ് പേടിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ ആ സ്ട്രെസ്സിനോട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുക അല്ലെ. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന റെസ്പോൺസിന് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആര്? നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥി കേട്ടോ. ഇനി ഈ ഭാഗത്ത് കാണുന്ന സെൽസ് ഏതാ? ക്രൊമാഫിൻ സെൽസ് ആണെന്ന് പറഞ്ഞു. ഈ പറയുന്ന ക്രൊമാഫിൻ സെൽസ് കാറ്റക്കോളമീൻസ് സെക്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചിലപ്പോഴൊക്കെ അത് എന്താണ്? എൻകെഫാലിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, എൻകെഫാലിൻസ്. എന്തായത്? ദേ ആർ ആക്ച്വലി ഹെൽപ്പിംഗ് ഇൻ ദ പെയിൻ കൺട്രോൾ. വേദന കൺട്രോൾ ചെയ്യാൻ, വേദന കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് എൻകെഫാലിൻസ് എന്ന് പറയുന്നത്. അതും എന്താണ്? ഈ ക്രൊമാഫിൻ സെൽസ് സെക്രീറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. എൻകെഫാലിൻസ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൽ നിന്നും വരുന്ന ഹോർമോണുകളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾസ് മാത്രം ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ നോക്കുന്നത് മിനറാലോ കോർട്ടിക്കോയിഡുകൾ. ഏതാണ്? മിനറാലോ കോർട്ടിക്കോയിഡുകൾ. അതിൽ തന്നെ ആൽഡോസ്റ്റിറോൺ ആണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ആൽഡോസ്റ്റിറോൺ ഗ്രൂപ്പ് ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ സെൽസ് ഓഫ് സോണ ഗ്ലോമെറുലോസ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അഡ്രിനൽ കോർട്ടെക്സിന്റെ സോണ ഗ്ലോമെറുലോസ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺസ്, അവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മിനറാലോ കോർട്ടിക്കോയിഡുകൾ എന്നുള്ളത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ദി റെഗുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് മിനറൽ സോൾട്ട്, അതായത് സോഡിയം, പൊട്ടാസ്യം, അതേപോലെ തന്നെ വെള്ളത്തിന്റെയൊക്കെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെ ഇത്തരത്തിലുള്ള സോഡിയം, പൊട്ടാസ്യം പോലുള്ള അയോണുകളുടെയും വെള്ളത്തിന്റെയും ഒക്കെ ആ ഒരു കോൺസെൻട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? ആൽഡോസ്റ്റിറോൺ അല്ലെങ്കിൽ മിനറാലോ കോർട്ടിക്കോയിഡിൽ പൊതുവെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഹോർമോൺ ആണ് ഇത് നമ്മൾ പറയുന്നത് കോർട്ടെക്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന ആ ഒരു ടേം എല്ലാത്തിന്റെയും അവസാനം കാണുന്നത്. ഓക്കെ, ഇതെന്താ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകളാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ. ദിസ് ഈസ് എസെൻഷ്യൽ
ടു ലൈഫ് ആസ് ദീസ് ഇൻഫ്ലുവൻസ് ദി എനർജി മെറ്റബോളിസം ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ എനർജി മെറ്റബോളിസത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്? ബ്ലഡിലെ ഷുഗർ ലെവലും മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് പ്രഷർ നോക്കുക, അതേപോലെ തന്നെ എന്താണ് വാസോ കോൺസ്ട്രിക്ഷൻസ്. കണ്ടോ, നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ കോൺസ്ട്രിക്ഷൻ, റിലാക്സേഷൻ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിൽ ആർക്ക് റോളുണ്ട്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് റോളുണ്ട്. എസ്പെഷ്യലി ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തിന് വലിയ റോളുള്ള ഹോർമോണുകളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകളിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞു എന്താണ്, സെക്സ് ഹോർമോൺസും ഇവര് സെക്രീറ്റ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. യെസ്, എന്താണ് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ ആൻഡ്രജൻസ് അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസ് എന്ന് പറയും. എന്താണ്? ദേ ആർ ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ദി അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് ആർ വീക്ക് സെക്സ് ഹോർമോൺസ് ആണ്, വീക്ക് ആയിട്ടുള്ള സെക്സ് ഹോർമോൺസ് ആണ്. ഇതിൽ നിന്നും എന്താണ് പൊട്ടന്റ് ആയിട്ടുള്ള നല്ല വയബിൾ ആയിട്ടുള്ള സെക്സ് ഹോർമോൺസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഇനി പ്യൂബിക് ഹെയർ ഡെവലപ്മെന്റ്, സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം പ്യൂബിക് ഹെയറിന്റെ ഡെവലപ്മെന്റിന് കാരണമാകുന്ന ഹോർമോണുകൾ ഏതാണ്? ഗൊണാഡോകോർട്ടിക്കോയിഡുകളാണ് അല്ലെങ്കിൽ ആൻഡ്രോജൻസ് ആണ്. സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എല്ലാം വരാൻ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ആൻഡ്രോജൻസിന്റെ പ്രസൻസ് തന്നെയാണ്. ഓക്കെ, ശരി. ഇനി ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി അഡ്രിനൽ മെഡുല്ല. നമ്മുടെ കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോണുകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച പോലെ തന്നെ മെഡുല്ല എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വരുന്ന ഹോർമോണുകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇതിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രീനും നോർ എപ്പിനെഫ്രീനും. എപ്പിനെഫ്രീൻ ആൻഡ് നോർ എപ്പിനെഫ്രീൻ. എന്താണ് ഈ രണ്ട് ഹോർമോണുകൾ നമ്മൾ പറഞ്ഞു സ്ട്രെസ് റെസ്പോൺസ് ആയിട്ട് ഉണ്ടാവുന്ന ഹോർമോണുകളാണ്. ഈ എപ്പിനെഫ്രീനെയാണ് നമ്മൾ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. ഇത് മെഡുല്ല എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഉണ്ടാവുന്നത്. എന്താണ്? ദ മെയിൻ ഫംഗ്ഷൻ ഈസ് ടു ഇൻക്രീസ് ദ കാർഡിയാക് ഔട്ട്പുട്ട്, ഹാർട്ടിന്റെ റേറ്റ് കൂട്ടുക, അതേപോലെ തന്നെ എന്താ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കുക. ഇതെല്ലാം എന്തിന്റെ ഫംഗ്ഷനാ? അഡ്രിനാലിന്റെ ഫംഗ്ഷനാണ്. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആവണം അല്ലെ. അപ്പൊ എന്തൊക്കെയാ നടക്കുക? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ. നമ്മുടെ ഹെയർ സെൽസ് എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കും അല്ലെ. ഹെയർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാം, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം, വിയർക്കുന്നതായിട്ട് കാണാം, നമ്മുടെ വായൊക്കെ വറ്റി വരണ്ടു പോകുന്നതായിട്ട് കാണാം അല്ലെ. അത്തരത്തിലുള്ള ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള സ്ട്രെസ് വരുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് എല്ലാം വരുത്തുന്ന ആളാരാ? അഡ്രിനാലിനാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെയാണ് അഡ്രിനാലിനെ നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്നൊക്കെ വിളിക്കുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, ശരി. ഇനി മറ്റൊരു ഹോർമോൺ ആണ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതേപോലെ തന്നെ എന്താണ് സ്ട്രെസ് റെസ്പോൺസിന്റെ ഒക്കെ ടൈമിൽ ഉണ്ടാവുന്നതാണ്. ബ്ലഡ് പ്രഷർ ലോ ആകുന്ന ടൈമിലും സ്ട്രെസ് ഉണ്ടാകുന്ന ടൈമിലും, ഓക്കെ, BP ലോ ആവുന്ന ടൈമിലും സ്ട്രെസ് ഉണ്ടാവുന്ന ടൈമിലും എല്ലാം അതിന്റെ റെസ്പോൺസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് എന്ത്? നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഇതും എന്താണ്? വാസോ കോൺസ്ട്രിക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ബ്ലഡ് വെസൽസിനെ ചുരുക്കി ഡയമീറ്റർ കുറച്ച് വാസോ കോൺസ്ട്രിക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസ് ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലഡിന്റെ സ്പീഡ് കൂടും, ബ്ലഡ് ഫ്ലോയുടെ സ്പീഡ് കൂടും, അങ്ങനെ BP ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഫങ്ഷനിങ് ചെയ്യുന്ന ആളാണ് നോർ എപ്പിനെഫ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസോർഡേഴ്സും കൂടി നമുക്കൊന്ന് പഠിച്ചു പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് കഷിംഗ് സിൻഡ്രോം ആണ്. കഷിംഗ് സിൻഡ്രോം അതെന്താണ്? ബേസിക്കലി ദിസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി ഹൈപ്പർ സെക്രീഷൻ ഓഫ് കോർട്ടിസോൾ വിച്ച് ഇസ് ദ പ്രൈമറി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഹോർമോൺ ഓഫ് ദി അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ, ഈ കോർട്ടിസോളിന്റെ എന്താണ് ഹൈപ്പർ സെക്രീഷൻ, ആവശ്യത്തിൽ അധികം ഉണ്ടാവുക അല്ലെ, കൂടുതലായി ഉണ്ടാവുക, അതുകൊണ്ടുണ്ടാവുന്നതാണ് കഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഫലമായിട്ട് റിസൾട്ട് ആയിട്ട് എന്താ? അഡിപ്പോസിറ്റി ഓഫ് ഫേസ്, അഡിപ്പോസ് ടിഷ്യൂ ഒക്കെ കൂടുതലായിട്ടും എന്താണ് നമ്മുടെ ഈ ഫാറ്റില്, നെക്കില്, അബ്ഡോമിനിലെല്ലാം എന്താണ് എക്സ്റ്റെൻസീവ് ആയിട്ട് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായി സാധിക്കും. ഓക്കെ, അടുത്തത് അഡ്രിനൽ ഹൈപ്പോപ്ലാസിയ. അഡ്രിനൽ ഹൈപ്പോപ്ലാസിയ എന്താണ്? ഇറ്റ്സ് എ കണ്ടീഷൻ റിസൾട്ടിങ് ഫ്രം ദി അണ്ടർ ഡെവലപ്മെന്റ് ഓഫ് ദി അഡ്രിനൽ
കോർട്ടെക്സ് ഡ്യൂ ടു ദ വേരിയസ് ക്ലിനിക്കൽ കണ്ടീഷൻസ്. എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാവാം അഡ്രിനൽ കോർട്ടെക്സ് അണ്ടർ ഡെവലപ്ഡ് ആകുക, അതിൽ നിന്നും എന്താണ് പ്രോപ്പർ ആയിട്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെ കാരണമാണ്. അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അഡ്രിനൽ ഹൈപ്പോപ്ലാസിയ എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിയേ, അഡിസൺസ് ഡിസീസ്. അഡിസൺസ് ഡിസീസ് എന്താണ്? ദിസ് ഇസ് ദ ഡിസോർഡർ കോസ്ഡ് ഡ്യൂ ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് ഡ്യൂ ടു ദി ഹൈപ്പോസെക്രീഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആൻഡ് മിനറാലോകോർട്ടിക്കോയിഡ്. കണ്ടോ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകളുടെയും മിനറാലോകോർട്ടിക്കോയിഡുകളുടെയും എല്ലാം ഹൈപ്പോസെക്രീഷൻ ആണ് ഇതിന് കാരണം. അതായത് എന്താണ്, ആവശ്യത്തിലും താഴെ സെക്രീറ്റ് ആവുന്നുള്ളൂ. ദിസ് occurs due to the formation of auto antibodies by immune system against the cortical cells. കണ്ടോ, നമ്മുടെ ബോഡിയിലെ ആന്റിബോഡീസ് നമ്മുടെ തന്നെ സെൽസിനെ അറ്റാക്ക് ചെയ്യാണ്. അതായത് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിലെ സെൽസിനെ തന്നെ നമ്മുടെ ആന്റിബോഡീസ് പോയി അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ്, വേണ്ടത്ര ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറാലോകോർട്ടിക്കോയിഡ്സും ഒന്നും സെക്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ വീക്ക്നെസ്, ക്ഷീണം, സ്കിൻ പിഗ്മെന്റേഷൻ ഒക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് കോൺസ് ഡിസീസ് ആണ്. എന്താണ് കോൺസ് ഡിസീസ് എന്ന് വെച്ചാൽ ഡിസോർഡർ കോസ്ഡ് ബൈ ദി എക്സസീവ് സെക്രീഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന മിനറാലോകോർട്ടിക്കോയിഡിന്റെ ഓവർ സെക്രീഷൻ കൊണ്ടുണ്ടാവുന്നതാണ് എന്ത്, കോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ആൽഡോസ്റ്റിറോൺ ഉണ്ടാവുന്നത് അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് തന്നെയാണ്, ഒന്നുകൂടി ഓർക്കുക. ആൻഡ് ഇതെന്താണ്, ഇത് പ്രധാനമായും ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസിങ് അഡിനോമ, ആ ഭാഗത്ത് അല്ലെങ്കിൽ കോർട്ടെക്സിന്റെ ഭാഗത്ത് ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകളിൽ ഉണ്ടാവുന്ന ക്യാൻസർ ഇതിന് കാരണമാകും. കാരണം ഇപ്പൊ ആ സെൽസ് കൂടുതലായി എന്താണ് ഡിവൈഡ് ചെയ്യുന്നു, അതിന്റെ ഫലമായി കൂടുതൽ ഹോർമോണും ഉണ്ടാവുന്നു. അത് ഏത് ഭാഗത്തു നിന്നാ, സോണ ഗ്ലോമെറുലോസ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ആൽഡോസ്റ്റിറോൺ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഉണ്ടാവുന്ന ക്യാൻസർ ഇതിനൊരു കാരണമാകാം. അത്രയാണ് നമുക്ക് കോൺസ് ഡിസീസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. വളരെ ചെറിയ ടൈമിനുള്ളിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുത്തു. അതിൽ നിന്നും നമുക്ക് കഴിഞ്ഞ കേട്ടിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ കണ്ടു. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കാനാണ്. ഇത് മാത്രമല്ല, എല്ലാ ഗ്ലാൻഡുകളും എല്ലാ ഹോർമോൺസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും ഓവർ സെക്രീഷനും എല്ലാം സ്ഥിരം എല്ലാ എക്സാമുകൾക്കും ചോദിച്ചു വരുന്നത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കോർ ടോപ്പിക്കുകളും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന കേട്ടിട്ട് എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് നോക്കിക്കൊണ്ട് പോവേണ്ടത്, ആൻഡ് ഏതൊരു രീതിയിലാണ് ഇതിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ CC എന്താണ് കേറ്ററ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാറ്റഗറി 1, 2, 3, 4 എല്ലാത്തിനുമുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും എന്താണ് കേറ്ററ്റ് കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ്, നമ്മുടെ ബോട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്താം. അപ്പോൾ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്